Hi all, welcome to the class. ഈ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബാങ്ക് ഡ്രാഫ്റ്റ് ഓർ ഡിമാൻഡ് ഡ്രാഫ്റ്റിനെ കുറിച്ചാണ്. ബാങ്ക് ഡ്രാഫ്റ്റ് എന്താണെന്ന് നോക്കാം. The term bank draft has not been included in the definition of negotiable instrument under Section 13 of Negotiable Instrument Act. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ 13ലാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു സെക്ഷനിൽ പറയാത്ത ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ബാങ്ക് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. സെക്ഷൻ 85A ആണ് ബാങ്ക് ഡ്രാഫ്റ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ബാങ്ക് ഡ്രാഫ്റ്റ് മീൻസ് an order to pay money drawn by one office of a bank upon another office of the same bank for a sum of money payable to order or demand. ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ബാങ്കിൻ്റെ ഒരു ഓഫീസ് അതേ ബാങ്കിൻ്റെ തന്നെ മറ്റൊരു ഓഫീസിനോട് ആവശ്യമുള്ള സമയത്ത് ക്യാഷ് ആക്കി മാറ്റാൻ കഴിയുന്ന രീതിയിൽ ഡ്രോ ചെയ്യുന്ന ഒരു ഓർഡറാണ്. മീൻസ് an order to pay money drawn by one office of the bank. അതൊരു ഓർഡർ ടു പേ മണിയാണ്, ക്യാഷ് പേ ചെയ്യാനുള്ള ഓർഡറാണ്. ഡ്രോൺ ചെയ്യുന്നത് ബാങ്കിൻ്റെ ഒരു ഓഫീസാണ്. അപ്പോൾ അത് ആർക്ക് വേണ്ടിയിട്ടാണ്? അനദർ ഓഫീസ് ഓഫ് ദ സെയിം ബാങ്കിൻ്റെ മറ്റൊരു ഓഫീസിനോടാണ് അത് പറയുന്നത്. ആ ഒരു എമൗണ്ട് ഇതുമായിട്ട് വരുന്ന ആൾക്ക് കൊടുക്കണം എന്ന് പറയുന്നത്. ഓർക്കേണ്ട കാര്യം ഇതാണ്, ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ എമൗണ്ട് ഒരു ബാങ്ക് മറ്റൊരു ബാങ്കിനോട് പേ ചെയ്യാൻ പറയുന്നത് ഓൺ ഡിമാൻഡാണ്. മീൻസ് ആരാണോ അല്ലെങ്കിൽ ആരുടെ പേരിലാണോ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുത്തിട്ടുള്ളത് അവർ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ഓർഡർ പ്രകാരമാണ് ഈ ഒരു എമൗണ്ട് ബാങ്ക് എൻകാഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഓൾറെഡി പ്രീപെയ്ഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ബാങ്ക് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സിന് വൈയുടെ പേരിൽ ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ എക്സ് ചെയ്യുന്ന കാര്യം, എക്സിൻ്റെ അടുത്തുള്ള SBIയിലെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആണെങ്കിൽ SBIയുടെ ഒരു ബ്രാഞ്ചിൽ പോയിട്ട് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കുന്നു. ആ ഡിമാൻഡ് ഡ്രാഫ്റ്റ് നമ്മുടെ SBI ഡ്രോ ചെയ്യുന്നത് വൈ എവിടെയാണോ ഇരിക്കുന്നത് ആ ഒരു ട്രിവാൻഡ്രത്താണെങ്കിൽ ട്രിവാൻഡ്രത്ത് മാറാൻ കഴിയുന്ന ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ വൈക്ക് ആ ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് കയ്യിലെത്തിക്കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തുള്ള SBIയുടെ ബ്രാഞ്ചിൽ പോയിട്ട് SBIയുടെ ആ ഒരു എമൗണ്ട് ഡിമാൻഡ് ചെയ്യാം. അതാണ് പറയുന്നത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഡ്രോ ചെയ്യുന്നത് ഒരു ബാങ്കിൻ്റെ ഒരു ഓഫീസ് അതേ ബാങ്കിൻ്റെ മറ്റൊരു ഓഫീസിന് വേണ്ടിയിട്ടാണ്. അവിടെ അത് എത്തുന്ന സമയത്ത് അത് എൻകാഷ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. ഈ ഡ്രാഫ്റ്റ്സ് എന്ന് പറയുന്നത് നോർമലി അക്കൗണ്ട്സ് പേയാണ്. മീൻസ് ഏത് പേരാണോ ഡിമാൻഡ് ഡ്രാഫ്റ്റിൽ എഴുതിയിരിക്കുന്നത് അയാളുടെ അക്കൗണ്ടിൽ മാത്രമേ ആ എമൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുള്ളൂ ബാങ്ക്. അപ്പോൾ അക്കൗണ്ട്സ് പേയാണ് ആൻഡ് ആർ ക്രെഡിറ്റഡ് ടു ബെനിഫിഷ്യറീസ് അക്കൗണ്ട് ഓൺലി. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഏത് സ്ഥലത്തേക്കാണ് നമ്മൾ ഏത് ബ്രാഞ്ചിലേക്കാണോ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുത്തിട്ടുള്ളത് ആ ഒരു ബ്രാഞ്ചിൽ ചെന്നിട്ട് ആരാണോ അതിൽ പേ ആയിട്ട് പേര് ചെയ്തിട്ടുള്ള ആൾ അയാൾക്ക് മാത്രമേ അത് എൻകാഷ് ചെയ്യാൻ പറ്റുള്ളൂ. അയാളുടെ അക്കൗണ്ടിലേക്ക് മാത്രമേ ആ എമൗണ്ട് ക്രെഡിറ്റ് ആവുള്ളൂ. നെക്സ്റ്റ് വൺ, ഫീച്ചേഴ്സ് ഓഫ് ബാങ്ക് ഡ്രാഫ്റ്റ്. ഫസ്റ്റ് വൺ, പാർട്ടീസ് ഇൻ ദ ബാങ്ക് ഡ്രാഫ്റ്റ് ആർ ഡ്രോയർ ബാങ്ക്, ഡ്രോയി ബാങ്ക് ആൻഡ് പേ. 3 പാർട്ടീസാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഉണ്ടായിരിക്കുക. ഒന്ന് ഡ്രോയർ ബാങ്ക് ആണ്, ഏത് ബാങ്കാണോ ഡ്രോ ചെയ്യുന്ന ആ ബാങ്ക്. അതുപോലെ തന്നെ ഡ്രോയി ബാങ്ക്, ഏത് ബാങ്കിൻ്റെ പേരിലാണോ ഡ്രോ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഡ്രോയി ബാങ്ക് ഉണ്ടായിരിക്കും. ദെൻ എന്താണ്, പേയും ഉണ്ടായിരിക്കും. തേർഡ് വൺ, ഇറ്റ് കണ്ടെയ്ൻസ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ ടു പേ എ സർട്ടൻ സം ഓഫ് മണി എന്ന് പറഞ്ഞു. ഒരു സർട്ടൻ സം ഓഫ് മണി ഡ്രോ ചെയ്തിട്ടുണ്ടാകും, ആ ഒരു എമൗണ്ട് പേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അൺകണ്ടീഷണൽ ഓർഡറാണ് ബാങ്ക് ഡ്രാഫ്റ്റ്. തേർഡ് വൺ, ഇറ്റ് ഈസ് ഡ്രോൺ ബൈ വൺ ബ്രാഞ്ച് ഓഫ് ദ ബാങ്ക് അപ്പോൺ ദി അനദർ ബ്രാഞ്ച് ഓഫ് ദ സെയിം ബാങ്ക്. ഇത് ഡ്രോ ചെയ്യുന്നത് ഒരേ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ച് അതിൻ്റെ തന്നെ മറ്റൊരു ബ്രാഞ്ചിൻ്റെ മുകളിലാണ്. ബട്ട് ഇറ്റ് ക്യാൻ ബി എൻകാഷ്ഡ് വിത്ത് എനി ബാങ്ക്. ബട്ട് നമുക്ക് എന്തെങ്കിലും എന്ത് ചെയ്യാം, ഏത് ബാങ്കിൽ പോയിട്ടും അത് എൻകാഷ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഉണ്ട്. നെക്സ്റ്റ് വൺ, ഡിമാൻഡ് ഡ്രാഫ്റ്റ്സ് ആർ പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് നെവർ ബൗൺസ്. അപ്പോൾ നമുക്കറിയാം ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് എടുക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ പ്രീപേ ചെയ്തിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും ബൗൺസ് ആവില്ല. ചെക്കിനെ പോലെയോ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ പോലെയോ ഒന്നും ഡിസോണർ ആവുകയോ ബൗൺസ് ആവുകയോ ഒന്നും ചെയ്യില്ല ഡിമാൻഡ് ഡ്രാഫ്റ്റ്. നെക്സ്റ്റ്, വാലിഡിറ്റി ഓഫ് ഡ്രാഫ്റ്റ് ഈസ് 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ചെയ്തതിന് ശേഷം 3 months വരെയാണ് ഒരു ഡ്രാഫ്റ്റിൻ്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കുക. ഡ്രാഫ്റ്റ് ഈസ് പേയബിൾ ഓൺ ഡിമാൻഡ് ബിഫോർ മെച്യൂരിറ്റി. ഈ ഒരു പീരീഡിൽ, ഈ ഒരു കാലാവധിയിൽ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് പേ ആരാണോ അയാൾ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് അത് പേ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ബാങ്കിനുണ്ടായിരിക്കും.
നെക്സ്റ്റ് വൺ, ഇറ്റ് ക്യാൻ ബി ക്രോസ്ഡ് ആസ് അക്കൗണ്ട് പേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാങ്ക് ഡ്രാഫ്റ്റിനെ ക്രോസ് ചെയ്യാം. ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് ഫ്രം സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളതാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ബാങ്ക് ചാർജസ് എ സ്മോൾ ഫീ ഫോർ ദ ഇഷ്യൂ ആൻഡ് ക്യാൻസലേഷൻ ഓഫ് ബാങ്ക് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യാനും അതുപോലെ തന്നെ ക്യാൻസൽ ചെയ്യാനും ബാങ്ക് ഒരു സ്മോൾ ഫീ ചാർജ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്, ഡിഫറൻസ് ബിറ്റ്വീൻ ചെക്ക് ആൻഡ് ഡ്രാഫ്റ്റ്. ചെക്കും ഡിമാൻഡ് ഡ്രാഫ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ചെക്ക് ക്യാൻ ബി ഇഷ്യൂഡ് ബൈ ഇൻഡിവിജ്വൽസിന് ഇഷ്യൂ ചെയ്യാൻ കഴിയുന്നതാണ് ചെക്ക് എന്ന് പറയുന്നത്. ബട്ട് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇഷ്യൂഡ് ബൈ എ ബാങ്ക് ഓൺലി, ബാങ്കിന് മാത്രമേ ബാങ്ക് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യാൻ കഴിയുള്ളൂ. നെക്സ്റ്റ്, ഡ്രോയർ ആൻഡ് ഡ്രോയി ആർ ദ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രോയറും ഉണ്ടാവും ചെക്കിന്. പക്ഷേ ഡ്രാഫ്റ്റിൻ്റെ കേസിൽ ഡ്രോയും സെയിം ബാങ്ക് ആയിരിക്കും. ചെക്ക് ഈസ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് അണ്ടർ ദിസ് ആക്ട്. ഈ ഒരു ആക്ട് പ്രകാരം പറയുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് ചെക്ക്. പക്ഷേ ഡ്രാഫ്റ്റിന് ഇത്തരം ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഡിഫൈൻ ചെയ്ത സ്ഥലത്ത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് വൺ, ചെക്ക് മേ ബി ബൗൺസ്ഡ് ഓർ ഡിസോണേർഡ്. ചെക്ക് ബൗൺസ് ആവാനും ഡിസോണർ ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ബാങ്ക് ഡ്രാഫ്റ്റ് ഒരിക്കലും ബൗൺസ് ആവുകയോ ഡിസോണർ ആവുകയോ ചെയ്യില്ല. നോ നീഡ് ഓഫ് എനി ചാർജ് ടു ഇഷ്യൂ ചെക്ക് ഇഷ്യൂ ചെയ്യാൻ ബാങ്ക് ഒരു ചാർജും ഈടാക്കുന്നില്ല. അപ്പോൾ ഒരു ചാർജും ആവശ്യമില്ല. പക്ഷേ ബാങ്ക് ചാർജ് സ്മോൾ ഫീ ഫോർ ഇഷ്യൂ ഓഫ് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് ചെറിയൊരു ചാർജ് ഈടാക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ചെക്ക് മേ ബി ട്രാൻസ്ഫറബിൾ ബൈ എൻഡോഴ്സ്മെൻറ്റ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ക്രോസ് ചെയ്തിട്ടില്ലെങ്കിൽ എൻഡോഴ്സ്മെൻറ്റിലൂടെ ചെക്കിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ബട്ട് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇസ് നോട്ട് ഫ്രീലി ട്രാൻസ്ഫറബിൾ ബൈ മിയർ എൻഡോഴ്സ്മെൻറ്റിലൂടെ മാത്രം അതിന് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. എൻഡോഴ്സ് ചെയ്യണമെങ്കിൽ ഒരുപാട് കണ്ടീഷൻസ് വേറെയും ഫുൾഫില്ല് ചെയ്യാനുണ്ട്. ലാസ്റ്റ് വൺ, പേയ്മെൻറ്റ് ക്യാൻ ബി സ്റ്റോപ്ഡ് ബൈ ഡ്രോയർ. ചെക്കിൻ്റെ കേസിൽ ഡ്രോയർക്ക് പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ ഡ്രാഫ്റ്റിൻ്റെ കേസിൽ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ചെക്ക് ആൻഡ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്.